ബേബി സഖാവ് അങ്ങനെയാണ്. ഏത് കുഴപ്പം പിടിച്ച കുരുക്കാണേലും അങ്ങനെ അതൊരു നിമിഷ നേരം കൊണ്ട് അഴിക്കും. ഏത് ലോകമഹാ പരാജയമാണേലും അതിൻ്റെ കാരണങ്ങൾ മിനിറ്റ് വെച്ച് കണ്ടുപിടിക്കും. ഇന്നലെ എന്താ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ? അതായത് കേരളത്തിൽ LDFനുണ്ടായ പരാജയം CPMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. അതുകൊണ്ട് അവർ വേണമല്ലോ അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കാൻ. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച് ഇന്നലെ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ കാരണം നാട്ടുകാരോടും പാർട്ടിക്കാരോടും പറഞ്ഞു കൊടുത്തു. ഒരിച്ചിരി വിനയം ഉണ്ടായിരുന്നെങ്കിൽ, ശകലം വിനയം അതുണ്ടായിരുന്നെങ്കിൽ ഈ പരാജയം സംഭവിക്കത്തില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെറിയ പോരായ്മയാണ് ശകലം വിനയം. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം കറക്റ്റാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുന്നണി LDF ഒരു 100-110 സീറ്റ് നേടിയതിനെയാണ്. ഇതുവരെ ആർക്കും മനസ്സിലാകാതിരുന്ന കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പുകിലായിരുന്നു, ബഹളമായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകന്മാർ, മാധ്യമപ്രവർത്തകർ, പാർട്ടി നേതാക്കൾ, പാർട്ടിയുടെ പുറത്തുള്ളവർ, ഇവരെല്ലാം കൂടെ പാർട്ടിയെ വല്ലാതെ വിഷമത്തിലാക്കിയില്ലേ? ഇത് ഭരണവിരുദ്ധ വികാരമാണ്. ഏത് തെരഞ്ഞെടുപ്പ് പരാജയം വന്നാലും പറയാവുന്നൊരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരം. അതാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇഷ്യൂ ആയി. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവൻ, കട്ടെടുത്തവൻ അയാളെ സ്ഥാനാർത്ഥിയാക്കി. അത് പരാജയ കാരണമായി. ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, ധൂർത്ത്, പിന്നെ വികസനമില്ലായ്മ, അതാണല്ലോ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സും. ഇതാണല്ലോ സകല കമ്മിറ്റികളിൽ, ജില്ലാ കമ്മിറ്റികളിൽ അത് പറഞ്ഞു. ആളുകൾ എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറഞ്ഞു, ഈ പിണറായിയെയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷയെ മാറ്റണം, ഇപ്പോഴിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണം. ഏരിയ കമ്മിറ്റികൾ ഇതേ അഭിപ്രായം ഉണ്ടായി. അന്നേരമൊക്കെ നമ്മുടെ ബേബി സഖാവ് അച്ചായൻ നിശബ്ദത പാലിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ പങ്കെടുത്തതാ, വേണേ അഭിപ്രായം പറയാമായിരുന്നു. ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. എന്താണേലും ഇവർ റിപ്പോർട്ടുമായിട്ട് CCയിൽ വരുമല്ലോ. CC നമ്മളാണല്ലോ കാര്യങ്ങൾ നോക്കുന്നേ, ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പം പറയാം, അപ്പം ഈ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് കയ്യിലോട്ട് കൊടുക്കാം. പിന്നെ അത് തിരുത്താനുള്ള വഴികൾ പാർട്ടി ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റി കൂടിയത്. 2-3 ദിവസം ചർച്ചയോട് ചർച്ചയായിരുന്നു, ചർച്ചകളുടെ പുകിലായിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് അവർക്കിവിടെ ഭരണവിരുദ്ധ വികാരവുമില്ല, പിണറായി വിജയന് തെറ്റുപറ്റിയിട്ടില്ല, MV ഗോവിന്ദൻ മാർക്സിന് തെറ്റുപറ്റിയിട്ടില്ല, ഭരണത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. വേറെ ചില കാരണങ്ങളാണ്. പാർട്ടിക്ക് തെറ്റുപറ്റി, അതവർ സമ്മതിക്കും. അതേസമയം കേരളത്തിന് പുറത്തു നിന്ന് വന്ന ചില നേതാക്കന്മാർ ശരിക്കുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു, ചർച്ചയിൽ പറഞ്ഞു. ഇത് നിങ്ങളീ പറയുന്ന പോലെ ചെറിയ രോഗമൊന്നുമല്ല, മൂക്കിൽ പനിയൊന്നും അല്ല. അത്യാവശ്യം ഹൃദയത്തിന് 2-3 ബ്ലോക്ക് വന്നിട്ടുണ്ട്. രക്തോട്ടം അങ്ങോട്ട് ശരിയാവുന്നില്ല ഈ ബ്ലോക്ക് കാരണം. അതുപോലെ തന്നെ അർബുദത്തിൻ്റെ ആദ്യ സ്റ്റേജാണോ എന്ന് സംശയമുണ്ട്. പലയിടത്തും ജീർണതകൾ, നമ്മുടെ കോശങ്ങൾ, ശരീരത്തിലെ കോശങ്ങൾ, പാർട്ടിയുടെ പല പല സംവിധാനങ്ങളും ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. ചിലരൊക്കെ അതിൻ്റെ കാരണക്കാരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ രോഗം പരത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാരണക്കാർ, കാരണഭൂതന്മാർ, അവരെ പറ്റിയും പറഞ്ഞു. പക്ഷേ അതൊന്നും ബേബി സഖാവിന് അങ്ങോട്ട് തൃപ്തിയായില്ല. അവസാനം അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് CCയുടെ തീരുമാനങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇച്ചിരി വിനയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേന്. അവിടെയാണ് അതിൻ്റെ കുറവാണ് എല്ലാത്തിൻ്റെയും കാരണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താ അതിൻ്റെ ഒരു മര്യാദ, മുറ? അതായത് ജനങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കണം, വിനയപൂർവ്വം അതിനൊക്കെ മറുപടി പറയണം. കാര്യങ്ങൾ നടന്നില്ലേലും കുഴപ്പമില്ല, മറുപടി പറയുമ്പോൾ ആർക്കും വിനയം വേണം. അതുണ്ടായില്ല, അതാണ് പ്രശ്നമായത്. നമ്മൾ ഒത്തിരി ശ്രമിച്ചു നോക്കിയ വിനയത്തോടു കൂടി പെരുമാറാൻ വേണ്ടി. ഈ കടക്കൂ പുറത്ത് അതങ്ങ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി, ആ വക വർത്തമാനമൊന്നും ഇവിടെ വേണ്ട. ഇതൊക്കെ വളരെ വിനയപൂർവ്വം നമ്മൾ പെരുമാറാൻ ശ്രമിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നവകേരള യാത്ര,
ഒരു ആഡംബര ബസ്സിൽ കാസർഗോഡ് നിന്ന് മന്ത്രിമാരെല്ലാം കയറി തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയല്ലോ. പ്രത്യേക ലിഫ്റ്റ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വന്ന് താമസിക്കുന്നിടത്ത് ആഘോഷപൂർവമായ ജീവിതം, ഇതൊക്കെ വളരെ വിനയത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു. അന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ KSU പിള്ളേരെ ഓടിച്ചിട്ട് തല്ലിയില്ലയോ നമ്മുടെ അംഗരക്ഷകന്മാർ, സെക്യൂരിറ്റിക്കാർ, ലവന്മാർ? അതും ഒരു വിനയത്തിൻ്റെ ലക്ഷണമായിരുന്നു. പിന്നെ നമ്മൾ ഈ പിണറായി സഖാവിൻ്റെ കട്ടൗട്ട്, വലിയ ഹോർഡിങ്ങുകൾ ആകാശത്തിൻ്റെ നിറയിലോട്ട് നമ്മൾ ഉയർത്തിക്കെട്ടിയില്ലയോ, അതും വിനയമായിരുന്നു. സാധാരണ ജനങ്ങളിങ്ങനെ വഴിയെ പോകുമ്പോൾ പിണറായി വിജയനെ കാണണമെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കണമായിരുന്നു. ഓർമ്മയില്ലയോ? വിനയമല്ലയോ? പിന്നെ കുറച്ച് ദൂർത്ത് പിണറായി വിജയൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്ന തുകയുടെ കണക്ക് പോലും നോക്കിയില്ലെന്നേ. എത്ര വേണേൽ ചിലവാക്കാൻ, അതായിരുന്നു തീരുമാനം. പ്രതിച്ഛായ ഉയർത്തണം. നമ്മുടെ വിനയം ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ക്ഷമയോടെയാണ് അവരെ കേൾക്കുന്നത് എന്ന് അവർക്ക് ബോധ്യം വരണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ വേണ്ട പോലെ ഒരു വിനയം ഉണ്ടായില്ല. ഉണ്ടായിരുന്നതിൽ എന്തായിരുന്നതിനെ സ്ഥിതി? 110 സീറ്റല്ലയോ? ആലോചിച്ച് നോക്കി. 3ാം പിണറായി സർക്കാർ വന്നേനെ. ഇതായിരുന്നു ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണം. അത് ബേബി സാഹു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ പാർട്ടി സഖാക്കൾക്കും അനുഭാവികൾക്കും അനുഭവപ്പെട്ട ചില സംശയങ്ങളും ബേബി ചായ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസ്ഥാന കമ്മിറ്റി എത്തി നിന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇത് വ്യക്തികളുടെ ഒന്നും കുഴപ്പമല്ല, അവർക്ക് പറ്റിയ കുറ്റങ്ങളോ കുറവുകളോ അല്ല. പാർട്ടിക്ക് തെറ്റുപറ്റി. അത് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ, പ്രചാരണത്തിൻ്റെ രീതികളിലൊക്കെ തെറ്റുപറ്റി. അത് പക്ഷേ പാർട്ടിക്കാണ്. അന്ന് മുതൽ പാർട്ടി അണികൾക്ക് വല്ലാത്ത സംശയമാണ്. ഈ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇല്ലാത്ത പാർട്ടിയോ? ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു ആട്ടുകല്ലൊന്നും അല്ലല്ലോ. ആളുകൾ ചേരുമ്പോഴാണല്ലോ പാർട്ടി ഉണ്ടാകുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി, പാർട്ടി നേതാക്കൾക്കാർക്കും കുഴപ്പമില്ല, പാർട്ടിക്കാണ് തെറ്റുപറ്റിയതെന്ന് പറയുമ്പോൾ അത് നമ്മളെ പറ്റിക്കാനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ പാർട്ടി അംഗങ്ങൾ, അണികൾ, അനുഭാവികൾ, അവർക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞാൽ, ഇതാ ഉച്ചയ്ക്ക് 12 മണിക്ക് പാർട്ടി പറയുകയാണ് ഇപ്പോൾ അർദ്ധരാത്രിയാണെന്ന് പറഞ്ഞതാ, അത് വിശ്വസിച്ചോണം, അതിലുറച്ചു നിന്നോണം. അതാണ് ഈ പാർട്ടിയുടെ ഈ അച്ചടക്ക സംബന്ധമായ ചട്ടക്കൂടെന്ന് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി, അതിനപ്പുറത്ത് സത്യവും മിഥ്യവും ഒന്നും ഇല്ല. കേട്ടനുസരിച്ച് നിന്നോണം. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഇപ്പോൾ പാർട്ടിക്കാണോ തെറ്റുപറ്റിയത്, പാർട്ടി നേതാക്കൾക്കാണോ? പക്ഷേ ബേബി സഖാബ് ഇന്നലെ വളരെ കൃത്യമായിട്ട് അതങ്ങ് ക്ലാരിഫൈ ചെയ്തു. പാർട്ടിയുടെ പ്രശ്നമല്ല, വ്യക്തികളുടെയും പ്രശ്നമല്ല, വ്യക്തികളടങ്ങുന്ന പാർട്ടിക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് അങ്ങോട്ട് പരിഹരിച്ചു വിടുന്നത്. വ്യക്തികൾക്കോ പാർട്ടികൾക്കോ അല്ല പ്രശ്നമെന്ന്, വ്യക്തികൾ ചേരുന്ന പാർട്ടിക്ക് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താ? ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ കുഴപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് തന്നെയാണ്. പക്ഷേ എന്നാലും അത് പറയാൻ പറ്റത്തില്ല, അത് പറയത്തില്ല. നിങ്ങളിത് എത്ര നിർബന്ധിച്ചാലും ഇത്തരത്തിലുള്ള വീഴ്ചകളുടെ കുറ്റക്കാരല്ലെങ്കിൽ ഉത്തരവാദികൾ, കാരണക്കാർ പറയുന്ന പ്രശ്നമില്ല. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ചിലർ പറയും പിണറായിയെ പേടിയാ, എം വി ഗോവിന്ദൻ മാഷിനെ പേടിയാ. അങ്ങനൊന്നും പേടിയൊന്നുമില്ല, അതൊന്നുമല്ല കാരണം. പക്ഷേ പിണറായിയോടും എം വി ഗോവിന്ദൻ മാഷിനോടുമൊക്കെ മുട്ടാൻ പോയാലേ ഡൽഹിയിൽ പാർട്ടി ഓഫീസിൽ AKG ഭവൻ വെള്ളം കൂടി മുട്ടും, വൈദ്യുതി ഉണ്ടാകത്തില്ല. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഫ്യൂസ് കൂരിക്കൊണ്ട് പോകും. കാശ് കൊടുക്കണ്ടായോ? വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയൊക്കെ കാശ് കൊടുക്കണ്ടായോ? അവിടെ ഭരിക്കുന്നത് BJPക്കാരുമാണ്. അവരോട് സമവായം പറയാൻ പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞുകൂടണേൽ കേരളത്തിൽ നിന്ന് കാശ് വരണം. ബംഗാളിൽ നിന്നൊന്നും ഇപ്പോൾ ഒരു വരായികയുമില്ലെന്നേ. അതുപോലെ തന്നെ ത്രിപുര, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പേരിന് പാർട്ടി ഉണ്ടെന്നല്ല ഉള്ളൂ, അവർക്കൊക്കെ പാർട്ടിയുടെ ചിലവിന് പൈസ കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കേരളമാണ് ഈ കറവ പശു എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പ്രകോപിപ്പിച്ചാണ്ടല്ലോ വെള്ളം കൂടി മുട്ടിപ്പോവും. അതുകൊണ്ട് ഉത്തരവാദികളാരാന്ന് ഞങ്ങൾ പറയത്തില്ല. ശകലം വിനയം ഉണ്ടായിരുന്നേ മതിയായിരുന്നു, കാര്യങ്ങൾ ശരിയായിരുന്നു. സഖാവ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ
അല്പം കൂടെയൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 100% ധാർമ്മിക മൂല്യങ്ങളൊന്നും വേണമെന്ന് പറയുന്നില്ല. ഇപ്പോഴുള്ളതിനേക്കാൾ അല്പം കൂടെ വിനയം പോലെ തന്നെയാണ്. ഇപ്പോഴുള്ള വിനയത്തേക്കാൾ അല്പം കൂടെ, ഇപ്പോഴുള്ള ഈ ധാർമ്മിക ബോധത്തേക്കാൾ ഒരു ശകലം കൂടി, ഇച്ചിരി കൂടെ അതുണ്ടായാൽ മതിയായിരുന്നു. ഞങ്ങൾ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഈ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ പരമാവധി ശത്രുക്കളാക്കി. ധാർമ്മിക മൂല്യം അത് പാലിക്കണമല്ലോ. ന്യൂനപക്ഷങ്ങളെ മുച്ചൂടും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ 1-ാം നമ്പർ സ്റ്റേറ്റുകാരിൽ കയറ്റിയല്ലയോ നമ്മൾ കൊണ്ടു നടന്നത്. ഇതിൽ പറയും എന്തുവാ ചെയ്യുക ഈ ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിൽ? ഉണ്ടായിരുന്നു, പക്ഷെ ശകലം കൂടെ വേണമായിരുന്നു ധാർമ്മിക മൂല്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രതക്കുറവുണ്ടായി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയ രീതി ശരിയായില്ല എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഉത്തരവാദികൾ ആരാന്നുകൂടെ പറയണ്ടേ ബേബി സഖാവേ? അതുകൂടെ പറഞ്ഞാൽ അങ്ങയുടെ അനാലിസിസ് ഉണ്ടല്ലോ പൂർണ്ണമായേനെ. പക്ഷെ അത് പറയത്തില്ല. അപ്പോൾ ഈ അണികൾക്കൊരു ചോദ്യമുണ്ട്. ബേബി സഖാവ് കേരളത്തിൽ നിന്നുള്ള ആളാണല്ലോ, ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്ന് പങ്കെടുക്കുന്നതാണല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഇവിടെ എല്ലാം ഓടി നടന്ന് പ്രസംഗിച്ച ആളാണല്ലോ. അപ്പം അങ്ങയുടെ കണ്ണിൽ ഇതൊന്നും പെട്ടില്ലേ? ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ ജാഗ്രതക്കുറവ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്ന വീഴ്ചകൾ, വിനയമില്ലായ്മ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു പോയത്, ഇതൊന്നും അങ്ങ് കണ്ടില്ലായിരുന്നു. അങ്ങേ കേരളത്തിലുണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ. ഡൽഹിയിൽ അങ്ങേക്ക് വലിയ പണിയൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടി ഇപ്പോൾ ആ കൂടെ കേരളത്തിലേ ഉള്ളൂ. പിന്നെ സൗകര്യത്തിന് ഡൽഹി പോയി താമസിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ അങ്ങുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങ് ഇതൊന്നും കണ്ടില്ലായിരുന്നു, ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അന്നേ പറഞ്ഞ് തിരുത്താമായിരുന്നല്ലോ. ഒരിച്ചിരി വിനയം അതുണ്ടായിരുന്നെങ്കിൽ ആലോചിക്കുക, നമ്മളിപ്പോൾ എവിടെ നിന്നേനി? ഈ ചർച്ചയുടെ വല്ല ആവശ്യമുണ്ടോ? പിണറായി വിജയനെ എം പി ഗോവിന്ദൻ മാഷെ വല്ലതും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നു? എല്ലാവരും ജയിച്ചേനേയും. ഗോവിന്ദൻ മാഷയുടെ ഭാര്യ അടക്കമുള്ളവർ ജയിച്ച് ചിലപ്പോൾ മന്ത്രിമാരായനേയും, ആരോഗ്യവകുപ്പ് മന്ത്രി പോരേ. അപ്പം അങ്ങ് ഇതൊന്നും കണ്ടും കേട്ടൊന്നും ഇല്ലേ? ഒരു സംശയം തോന്നുക. വേണ്ടി തോറ്റ് അമ്പിക്കഴിഞ്ഞപ്പോൾ ഈ ശകലം വിനയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഈ അസുഖത്തിനൊക്കെ ഒരു ചികിത്സ അത് തീരുമാനിച്ചിരിക്കുക. ചികിത്സ എന്ന് പറഞ്ഞാൽ തിരുത്തല. തെറ്റുപറ്റിയ സഖാക്കളെല്ലാം അത് മനസ്സിലാക്കണം. പേര് പറയത്തില്ല, ആരാന്ന് പറയത്തില്ല, അവരോരങ്ങ് തീരുമാനിക്കണം. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നു. അങ്ങനെ ഓരോ സഖാക്കളും നേതാക്കളും അവരവർക്ക് പറ്റിയ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ സംഗതി തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുക. സെപ്റ്റംബർ അവസാനമാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വിശാല സംസ്ഥാന കമ്മിറ്റി. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഡോക്ടർമാർ മാത്രമല്ല ചികിത്സ. ഈ വിനയത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടെ വിനയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ പാർട്ടിയിൽ വിനയം കൊണ്ടുവരാം എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് ഈ ക്യാമ്പിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയം ഗോവിന്ദൻ മാഷും കൈകാര്യം ചെയ്യും. ഇതുപോരാഞ്ഞ് ഡൽഹിയിൽ നിന്ന് അതിവിദഗ്ധന്മാരെ ഡോക്ടർമാർ വരുന്നുണ്ട്. അവർക്ക് ഇപ്പം തന്നെ രോഗകാരണങ്ങൾ അറിയാം. മൂക്കിപ്പനി മാത്രമല്ല, ഹാർട്ടിൽ ബ്ലോക്കുണ്ട്, അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് തോന്നുന്നു. അവരും വരുന്നുണ്ട്. അവർ വന്നിട്ട് എന്ത് ചികിത്സ വിധിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ബേബി സഖാവ് ഇന്നലെ ഇറക്കിയ കുറിപ്പടി പ്രിസ്ക്രിപ്ഷൻ അത് വിനയത്തിൻ്റെ പോരായ്മയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നതെങ്കിലും പാർട്ടിയെ ബാധിച്ചിരിക്കാനിടയുള്ള ചില മാരകമായ രോഗങ്ങളുടെ സൂചനകൾ ഉണ്ട്. അതിനിപ്പോൾ ചികിത്സാവിധികളൊന്നും പറയുന്നില്ല. അവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന വിശാലമായ മെഡിക്കൽ ക്യാമ്പിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പാർട്ടി സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ, പാർട്ടി നേതൃത്വത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ, അതിനെക്കുറിച്ച് മെഡിക്കൽ ക്യാമ്പ് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പാർട്ടിയുടെ കാര്യത്തിൽ
താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ അവസരമുണ്ടെന്ന് സാരം. പക്ഷേ യഥാർത്ഥ രോഗം കണ്ടെത്തുക, അതിനെ ചികിത്സിക്കുക, അതിന് സർജറി വേണം. ചിലപ്പോൾ ചില അവയവങ്ങളങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരും. അതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത. അതൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ സാഹചര്യ തെളിവ് കൊണ്ട് പറയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ VD സതീശൻ്റെ നല്ല കാലമായപ്പോഴും മനസ്സിലായില്ലേ? അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഈ ക്ഷേത്ര ദർശനമൊന്നും പതിവില്ലാതിരുന്ന VD സതീശൻ ഇപ്പോൾ ദാ മൂകാംബികയിൽ പോകുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു 1-ാം തീയതി. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. ഇതൊക്കെ ചുമ്മാതാണെന്നാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില ദൈവഭാഗ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. എതിരാളിയുടെ രോഗനിർണയം പാടുന്നത് തന്നെ അതിൻ്റെ 1-ാം തരം ഉദാഹരണമാണ്. മൂക്കിപ്പനിക്കാണ് ചികിത്സ, രോഗം അതിനേക്കാൾ മാരകമായതാണ്. അപ്പോൾ മൂക്കിപ്പനിക്ക് ചികിത്സിച്ച് മറ്റേ മാരകമായ രോഗങ്ങൾ കൂടുതൽ സീരിയസ് ആവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ മെഡിക്കൽ ക്യാമ്പിൽ എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി, വിശാല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സർജറിക്കുള്ള തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ VD സതീശൻ അതിഭാഗ്യവാനാണെന്ന് വീണ്ടും പറയേണ്ടി വരും.